താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്ന ആ സ്റ്റേജിൽ. നാണം കെട്ട് പുറയെന്നുള്ള കൂവലും വേളവും എല്ലാം കേട്ടിട്ട് അന്ന് നിന്ന് കരയല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ക്യാപ്റ്റൻ വന്നിട്ട് പറയാണ്, യു ലെറ്റ് മീ ഡൗൺ. ഞാൻ നിന്നെ ഒത്തിരി വിശ്വസിച്ചിട്ടാണ് നിന്നെ ഈ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത്. Each of us must confront our fears, come face to face, and the way we handle it determines how our life takes it. Whether we experience our adventure of the life or just to be limited with the fear. Hi, Namaskaram. ഞാൻ Merin Susan John. ഞാൻ CMR Institute of Technology അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്, ബാംഗ്ലൂരിലാണ്. സോ ടുഡേ നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു ചെറിയൊരു ജേർണിയാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് a person, or let's say an individual, who had a hell lot of stage fright. Okay, stage fright in the sense like trembling, crying, shivering and all. And that person has come out to be a teacher, later on a professor, and addressing like more than 2,000 students per year. So ഇത് എൻ്റെ കഥയാണ്, and I hope it helps you a lot. I'll just start with my journey. ഞാൻ പഠിച്ചു വളർന്നതെല്ലാം ദുബായിലാണ്. സോ അതിനുശേഷം അണ്ടർ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ നാട്ടിലോട്ട് ഞാൻ വരുന്നത്. സോ ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ തൊട്ട് ഞാൻ നാട്ടിലാണ് പഠിക്കാൻ വരുന്നത്. സോ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഐ യൂസ് ടു ഹാവ് ഇറ്റ് ലൈക്ക് ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ് ഓർ മേ ബി ബിഫോർ ദാറ്റ്. ആൻഡ് അതിന് മുമ്പ് ഞാൻ മേ ബി നോട്ടീസ് ചെയ്ത് കാണത്തില്ലായിരിക്കും. I'll tell you an incident where I have come across. 8th ഞാൻ പഠിക്കുന്ന സമയത്ത് so I was pretty good with studies and all, and that's how I came to do different posts. Prefect എന്നൊക്കെ പറയുന്ന പല you have different positions back in schools and all, and I hope you would have it. അപ്പം നമ്മുടെ സ്കൂൾസിൽ പ്രീഫെക്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് one of my teacher, അന്നത്തെ ഞങ്ങളുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. She came up and she told me like, Merin, I want you to go and represent നമ്മുടെ ടീമിനെ, എന്നിട്ട് you will have to go and give a speech on extempore. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് സ്പീച്ച് കൊടുക്കണം എന്നാണ്, ജസ്റ്റ് ബിക്കോസ് പ്രീഫെക്റ്റ് ആയിരുന്ന സമയത്ത് ഷീ ഹാഡ് ദാറ്റ് ഹെൽ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഓൺ മീ. അപ്പം ഐ ഡിഡ്ന്റ് ഹാവ് ഇഷ്യൂസ്, ഡാൻസ് കളിക്കാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ആ സ്റ്റേജ് ഫ്രൈറ്റ്, ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് വിത്ത്, ആൻഡ് ഐ ഡിഡ്ന്റ് ടോക്ക് ടു പീപ്പിൾ മച്ച് ദെൻ. സോ ഞാൻ രണ്ടും കൽപ്പിച്ച് ഐ സെഡ് ഓക്കെ ഫൈൻ, കാരണം അന്നേരം എനിക്ക് അഭിമാനമായിരുന്നു വലുത്. സോ ഐ ഡിഡ്ന്റ് want to let people down, or maybe I didn't want people to feel bad about it. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്ത് മുന്നോട്ട് ഞാൻ പോയി. ലേറ്റർ ഓൺ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് റെഫറിങ് ബുക്സ്. നമ്മുടെ 10th CBSE ടെക്സ്റ്റ് ബുക്സ്, എടുക്കാൻ പോകാത്ത കുറേ ബുക്സുകൾ, എസ്സേസ് വായിക്കാൻ തുടങ്ങി. രാവിലെ വൈകിട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് പ്രിപ്പറേഷൻസ്, ഈസി ടോപ്പിക്സ് തൊട്ട് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് എല്ലാം ഞാൻ പോകാൻ തുടങ്ങി. ഓൺ ദ ഡേ ഓഫ് എക്സ്റ്റംപററി സ്പീച്ച് എൻ്റെ മുമ്പിൽ ഒരാൾ പോയി. അതിനുശേഷം എൻ്റെ റോളായിരുന്നു. അപ്പം വോളണ്ടറി വരികയാണ്. ഷി ബ്രിങ്സ് ഇൻ എ ബിഗ് ബൗൾ. അതിൻ്റെ അകത്ത് ആണ് നമുക്ക് ടോപ്പിക്സ് ഒക്കെ ഫോൾഡ് ചെയ്ത് പ്രോപ്പറായിട്ട്, എന്നിട്ട് അതിൽ നിന്ന് വി ഹാവ് ടു പിക്ക് ആൻഡ് ചൂസ് വൺ. ഞാനപ്പം അതിൽ നിന്ന് എടുത്ത്, സോ ദ ടോപ്പിക് ഐ സ്റ്റിൽ റിമെമ്പർ വാസ് എ വെരി സിമ്പിൾ വൺ. ഇറ്റ് വാസ് ജസ്റ്റ് സയൻസ്, വെദർ ഇസ് ഇറ്റ് എ ഡിസഡ്വാൻറ്റേജ് ഓർ എൻ അഡ്വാൻറ്റേജ് ടു ദ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ഇതായിരുന്നു നമുക്ക് കിട്ടിയ ടോപ്പിക്. അത് 8th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് യു ആർ സെൻസിബിൾ ഇനഫ്, നമുക്കത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ ആ പേപ്പർ എടുത്തു. എനിക്ക് ഒന്നും ഓർമ്മയില്ല, എന്താ അവിടെ നടന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഐ ജസ്റ്റ് റിമൂവ് മൈ സ്പെക്സ്. ഞാൻ സ്പെക്സ് വെക്കുന്ന ആളാണ്. ഞാൻ സ്പെക്സ് ഊരിയിട്ട് ഐ ജസ്റ്റ് ഫോൾഡ് ഇൻ മൈ ഹാൻഡ്, ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു സീ മൈ ഫ്രണ്ട്സ്. ഐ കുഡ് സീ ഹിയർ എ ലോട്ട് ഓഫ് ചിയറിങ് ഹാപ്പനിങ് ഇൻ ദ ക്രൗഡ്. അപ്പോൾ ആരും ഒന്നും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം ഇത് പോകുന്നു. കയ്യിലൊരു 5 മിനിറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷന് വേണ്ടി. 5 മിനിറ്റിൽ ഞാൻ എന്തൊക്കെയോ തലയ്ക്കകത്തോട് സംതിങ് ഇറ്റ് ജസ്റ്റ് റഷ്ഡ് ആൻഡ് ഫ്ലഡഡ് സംതിങ്. ഐ ഡിഡ്ന്റ് ഇവൻ റിമെമ്പർ വാട്ട് ഹാപ്പൻഡ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഐ ജസ്റ്റ് ടുക്ക് ദ മൈക്ക് ആൻഡ് ഐ സെഡ്, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് Merin Susan John, and I'm here to represent the Emerald House, and I'm going to talk about science, whether is it a boon or a ban. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്ന ആ സ്റ്റേജിൽ നിന്ന്. നാണം കെട്ട് പുറയെന്നുള്ള കൂവലും വേളവും എല്ലാം കേട്ടിട്ട് അന്ന് നിന്ന് കരയല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. വീട്ടിൽ ചെന്ന് നല്ല വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിമീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞു, അയ്യോ ഈ ടോപ്പിക്കൊക്കെയാണോ,
ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് പുഷ്പം പോലെ ഞങ്ങൾ സംസാരിച്ച് ഇതൊക്കെ കേട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ദർ സംതിങ് സീരിയസ്ലി റോങ് വിത്ത് മീ. അടുത്ത ദിവസം എൻ്റെ ഈ അസൈൻ ചെയ്ത ടീച്ചർ സോ കോൾ ടീച്ചർ ക്യാപ്റ്റൻ വന്നിട്ട് പറയാണ് യു ലെറ്റ് മീ ഡൗൺ, ഞാൻ നിന്നെ ഒത്തിരി വിശ്വസിച്ചിട്ടാണ് നിന്നെ ഈ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു മാം എനിക്കത് പറ്റിയില്ല. ഐ സ്റ്റാർട്ടഡ് ഷിവറിങ് ആൻഡ് ഓൾ. ഷി വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ടൈം ഇതും ഉണ്ടായപ്പോഴത്തേനും അന്നേരം എൻ്റെ മുഖത്ത് നോക്കി പുള്ളിക്കാരി പറഞ്ഞു ഇത് ഇനി നടക്കത്തില്ല, അവളെ കൊണ്ട് പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് വെൻ ഐ ഡിസൈഡഡ് ഓക്കെ ഐ നീഡ് ടു ഡു സംതിങ് വിത്ത് ദിസ്. അപ്പം അങ്ങനെ ഞാൻ തുടങ്ങി എല്ലായിടത്തും കയറി പ്രസംഗിക്കാൻ തുടങ്ങി. അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ഞാൻ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാൻ. അങ്ങനെ 11th 12th എല്ലാം കഴിഞ്ഞു. സംസാരിക്കാൻ ചിലയിടത്തെല്ലാം കൂവല് ബേളം എല്ലാം കേട്ട് അടിപൊളിയായിട്ട് 12th എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അന്നേരമാണ് സ്ട്രീം സെലക്ഷൻ നടക്കുന്നത്. സ്ട്രീം സെലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, എൻ്റെ സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജിലാണ്. വീട്ടിൽ പറഞ്ഞപ്പോഴത്തേനും പേരൻസ് വേർ ഓക്കെ ഫൈൻ വിത്ത് ഇറ്റ്. റിലേറ്റീവ്സിൽ അയ്യോ പുറത്തൊക്കെ പഠിച്ച കുട്ടിയല്ലേ, എന്തെന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലാംഗ്വേജ് വെറൊരു ഡിഗ്രിയൊക്കെ എടുത്തിട്ട് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, വല്ല പ്രൊഫഷണൽ കോഴ്സസ് നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ കേട്ട്. സോ ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ഞാൻ അന്നേരം എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഐ സ്റ്റാർട്ടഡ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു അതേഴ്സ് ഒപ്പീനിയൻസ്. ഐ നെവർ ഹാഡ് എ കോൺഫിഡൻസ് ഇൻ മീ. അപ്പം ആ കാര്യങ്ങളായിരുന്നു ഇറ്റ് സ്റ്റാർട്ടഡ് ഹോണ്ടിങ്. ഐ കുഡൻറ്റ് സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ്. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംതിങ് ദാറ്റ് യു നീഡ് ഇസ് കോൺഫിഡൻസ്. And the first thing that you need to keep in mind that you need to believe in yourself. So opinion of your own self, that is something that we need to value. And the confidence that you make it up, that is also something very important that you need to develop. And that is the first two things that is very important. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ അഡ്രസ് ചെയ്യാൻ നിൽക്കുമ്പോൾ whether it is just one-to-one talk അല്ലെങ്കിൽ let's say a huge crowd. So this is ആദ്യത്തെ കാര്യം ഞാൻ ഇതായിരുന്നു റിയലൈസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എൻ്റെ ഡിഗ്രി എല്ലാം. അത് കഴിഞ്ഞ് കോഴ്സെല്ലാം കഴിഞ്ഞ് വൈവയ്ക്ക് ഇരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് നോക്കുമ്പോഴത്തേനും വൈവയ്ക്ക് അവർക്ക് അരമണിക്കൂറാണ് പോയത്. എനിക്ക് വൈവ മാത്രം 10-15 മിനിറ്റ്. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര കരച്ചിലുമായിരുന്നു. ആൻഡ് ഐ നോ ദാറ്റ് അന്നേരം ഞാൻ പ്രോജക്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു ചെയ്തത്. ആൻഡ് ഐ ഹാഡ് വർക്ക്ഡ് എ ലോട്ട് ഓൺ ഇറ്റ് ലൈക്ക് ഫോർ അറൌണ്ട് 2-3 months ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. ആൻഡ് ഐ വാസ് ലൈക്ക് ഓൺലി 10-15 minutes. വൈവയ്ക്ക് ഇരുന്നപ്പോഴത്തേനും മാം എന്തോ ചോദിച്ചു. അഗൈൻ ഐ വെൻറ്റ് ബ്ലാങ്ക് ആൻഡ് ഐ ജസ്റ്റ് സ്പോക്ക് സംതിങ്. അതും ഐ ഡോണ്ട് തിങ്ക് വാട്ട് ഐ സ്പോക്ക് അബൌട്ട് വാസ് സംതിങ് റൈറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി കരഞ്ഞു. പേരൻസിനോട് ഞാൻ പറഞ്ഞു. ആൻഡ് മൈ പേരൻസ് വെയർ കോൺസ്റ്റൻ്റ്ലി അവർ എന്നെ they started making me okay, telling me ഇല്ല അത് കുഴപ്പമില്ല, നീ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം നിനക്ക് എന്നുള്ള കിട്ടും, ഡോണ്ട് ലിസൺ ടു അതേഴ്സ് എന്ന് ഓൾ. ടീച്ചേഴ്സൊക്കെ പലതും പറയാൻ തോന്നി. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേനും MG യൂണിവേഴ്സിറ്റിയിൽ തന്നെ വി ഹാഡ് എ സ്ലോട്ട്. സോ ഫോർ ജസ്റ്റ് ഓൺലി ഫോർ വൈവാസ് ആൻഡ് പ്രോജക്ട്സ് 80-ൽ 75 അബവ് കിട്ടുന്ന ആകെ 5 സ്റ്റുഡൻസേ ഉള്ളായിരുന്നുള്ളൂ. ആ 5-ൽ ഒരു സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. ആൻഡ് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. സോ യെസ്, that is what self-confidence, your value of opinion. And that's when I shifted to Bangalore. ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും അഗെയിൻ പേരൻസ് എന്നോട് റിലേറ്റീവ്സിനൊക്കെ പറയുന്നത് സ്ഥിരം കാര്യങ്ങൾ തന്നെ. പ്രൊഫഷണൽ കോഴ്സസ് ആണെങ്കിൽ പുറത്തോട്ട് പോവാം, ഡിഗ്രി പഠിക്കാനുണ്ടെന്നാണ് പിന്നെയും പുറത്തോട്ട്. ബട്ട് ഐ വാസ് ഇൻസെക്റ്റീവ്. കാരണം നമുക്ക് പുറത്ത് പോയി സംസാരിച്ചാലേ ശരിയാവത്തില്ല. ആൻഡ് അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് എനിക്ക് അറിയാമായിരുന്നു ലൈക്ക് സംതിങ് ടെറിബിൾ ഇസ് ഹാപ്പനിങ് വിത്ത് മീ. അതെങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സിന് വന്ന് ഞാൻ ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്യുകയാണ്. JNCയിലായിരുന്നു ഞാൻ പഠിക്കുന്നത്. സോ വി ഹാവ് ദിസ് റൊട്ടീൻ സെറ്റ് ഓഫ് സെമിനാർസ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ അവിടെ ചെന്ന് ഐ വാസ് കോൺഫിഡൻറ്റ് വിത്ത് ദ ക്രൗഡ്. പക്ഷേങ്കിൽ ഐ റിമെമ്പർ ദ ഫസ്റ്റ് സെമിനാർ. പ്രീത മാമിൻ്റെ സെമിനാറായിരുന്നു, പുള്ളിക്കാരി ഇപ്പോഴും ഉണ്ട്. സോ ഐ സ്റ്റുഡ് ഇൻ ഹർ സെമിനാർ ആൻഡ് മൈ ഫസ്റ്റ് സെമിനാർ നമുക്ക് ടൈം ലിമിറ്റ് തന്നേക്കുന്നത് 10 to 15 minutes ആണ്. 10 to 15 minutesൻ്റെ സെമിനാർ ഞാൻ ആകെ 3 മിനിറ്റ് കൊണ്ട് തീർത്ത് കയ്യിലെടുത്ത് കൊടുത്തു. പുള്ളിക്കാരി അതിനുശേഷം പറയുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, മെറിൻ നിൻ്റെ പ്രസൻറ്റേഷന് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, നീ എന്തൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു ചാൻസും കൂടി തരാം, ഗോ ബാക്ക്, റീവർക്ക് ഓൺ ദിസ് ആൻഡ് സ്റ്റോപ്പ് ഗെറ്റിംഗ് ടെൻസ്ഡ് വെൻ യു സീ പീപ്പിൾ. സോ ഞാൻ ചെന്ന് വീട്ടിൽ പോയിരുന്ന് ഐ സ്റ്റാർട്ടഡ് റീവർക്കിംഗ് ഓൺ ഇറ്റ്. And that's when again I realized, okay, കോൺഫിഡൻസും സെൽഫ് ബിലീവും മാത്രം പോരാ, യു നീഡ് ടു സ്ട്രക്ചർ യുവർ പ്രസൻറ്റേഷൻ. അതിനാണ് നമ്മൾ സംസാരിക്കുന്ന മുന്നേ 5 minute ഒക്കെ തരുന്നത്. യു നീഡ് ടു സെറ്റിൽ യുവർ മൈൻഡ് എന്നൊക്കെ നമ്മളിത് പറയുന്നത്. സോ ഐ വെൻറ്റ് ബാക്ക് അഗെയിൻ. ഐ ടുക്ക് ലൈക്ക് 2 days of time.
I structured it. 3 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്തത് അതേപോലെ തന്നെ അതൊരു 15 മിനിറ്റ് പ്രസൻറ്റേഷൻ ചെയ്ത് ആൻഡ് ദെൻ ഐ ഫെൽ ഗുഡ്, മാർക്സ് ഒക്കെ കിട്ടി. പിന്നെയും ഐ ന്യൂ, അവിടെ നിന്നില്ല, ഐ ന്യൂ അഗെയിൻ സെമിനാർസ് ആർ നോട്ട് ഗോൺ ടു ഹെൽപ്പ് മീ. presentation, paper presentation ഒക്കെ നിൽക്കാൻ തുടങ്ങുമ്പോൾ again I started shivering. So what I did was like I started working simultaneously. അപ്പം I used to work for a training institute where they used to train students for IELTS എന്നൊക്കെ പറഞ്ഞിട്ട്. So അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നു. രാവിലെ 8:30-9 മണിയാകുമ്പോൾ ക്ലാസ് ടൈമിങ്സ് ആണ്. 4 മണിയാകുമ്പോൾ കഴിയും. ആ 4 മണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത ജോലിക്ക് ഓടണം. 4 തൊട്ട് 8:30 വരെയാണ് എൻ്റെ ജോലി ടൈമിങ്സ്. അപ്പം വീട്ടിലെത്തുമ്പോഴത്തേനായി എനിക്ക് ഒത്തിരി പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല. ബട്ട് സംഹൗ ഐ മാനേജ്ഡ് ഇറ്റ്. പക്ഷേ ആ ജോലി കൂടെ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. സോ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് സ്റ്റുഡൻസ്. ആദ്യം ചെറിയൊരു ക്രൗഡിൽ നിന്ന് തുടങ്ങി. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് എന്നെപ്പോലെ പല ആൾക്കാരും ആ ക്രൗഡിലുണ്ടായിരുന്നു. ഒരു വെർനാക്യുലർ ലാംഗ്വേജും മോശം അല്ലെന്നല്ല പറയുന്നത്, ബട്ട് ഇതിലായിരുന്നു ഞാൻ ഒന്നുകൂടെ, ഇംഗ്ലീഷിലായിരുന്നു ഞാൻ ഒന്നുകൂടെ ഫ്ലുവൻറ്റ്. ബട്ട് സ്റ്റിൽ ഐ കുഡൻറ്റ് കം ഔട്ട് ഓഫ് ഇറ്റ് ബൈ എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു അതേഴ്സ് ഓർ ടു കൺവേ മൈ ഇമോഷൻസ് ഓർ തോട്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി അതേഴ്സ്. അത് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തോണ്ടും അല്ല, മലയാളം അറിയാൻ വയ്യാത്തോണ്ടും അല്ല. It's because of something, the confidence that I lagged behind, the confidence that I can perform well and the belief that I should be having. ഇതൊന്നും എനിക്ക് അന്നേരം തോന്നിയില്ലായിരുന്നു. ബട്ട് സൈമിൾട്ടേനിയസ്ലി വൺസ് വെൻ ഐ സ്റ്റാർട്ടഡ് ട്രെയിനിങ് സ്റ്റുഡൻസ്, അന്നേരം 1-to-1 ഇൻട്രാക്ഷനിൽ I met one of the students and she was a mother and she was training herself for IELTS and all. പുള്ളിക്കാരി എക്സാം ക്ലിയർ ചെയ്തിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോകാനായിരുന്നു ഷി വാസ് പ്ലാനിങ് ടു, ആൻഡ് ഷീ ഹാഡ് എ ചൈൽഡ്. അപ്പം പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നമുക്ക് പല മൾട്ടി കൾച്ചറുമായിട്ട് നമുക്കൊരു, സോ ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റി യു ഗെറ്റ് എ ലോട്ട് ഓഫ് എക്സ്പോഷേഴ്സ് ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പം ഈ വന്ന പുള്ളിക്കാരി എന്ന് പറയുന്നത് ഷീ വാസ് എ ലോക്കൽ, ബട്ട് ഷീ യൂസ് ടു ഓൾസോ വർക്ക് ഫോർ എൻ IT ഫേം. അപ്പം IT ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഷീ ന്യൂ ഹൗ ടു ടോക്ക് ഇംഗ്ലീഷ്, ബട്ട് അഗെയിൻ ദ സെയിം തിങ്, ഫിയർ. അപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പുള്ളിക്കാരിയാണ് പഠിപ്പിക്കാൻ. അതും പേടി എന്ന് പറയുന്നത് സ്റ്റേജ് ഫ്രൈറ്റ് എന്നും പറയുന്നത്. ആൻഡ് ഐ ഹാഡ് ടു ട്രെയിൻ ഹർ ഫോർ സ്പീക്കിംഗ് സ്കിൽസ് ഫോർ IELTS. അന്നേരം പോയാൽ പുള്ളിക്കാരിയുടെ ഒരു ചാൻസും പോവും, സമയവും പോവും. സോ ഐ സാറ്റ് ഡൗൺ, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഹർ. ഐ സ്റ്റാർട്ടഡ് ബിൽഡിങ് ഹർ കോൺഫിഡൻസ്, ബിലീഫ്, അതേപോലെ സ്ട്രക്ചർ. ആൻഡ് ഓൾസോ ഐ റിയലൈസ്ഡ് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെയും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് എന്തൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്ന്. സോ ഐ സാറ്റ് വിത്ത് സംസാരിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ ഒരു രീതിയിലൊക്കെ ഞാൻ സെറ്റാക്കി വിട്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ എക്സാം ഷീ കോൾ മീ അപ്പ് ആൻഡ് ഷീ സെഡ് യാ ഷീ ഹാസ് ക്ലിയർഡ് ഇറ്റ്. കേട്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നത് ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ദാറ്റ് യു നോ യു ക്യാൻ ഡൂ തിങ്സ്. ആ ഒരു കോൺഫിഡൻസ് ആണ് ലേറ്റർ ഓൺ ടുക്ക് അവേ മൈ ഫിയർ ഓഫ് ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. അതിന് ശേഷമാണ് ജോലിക്ക് ഞാൻ ബാംഗ്ലൂരിൽ അപേക്ഷിക്കുന്നത്. സോ ഇംഗ്ലീഷ് ബീയിങ് ദി ഓൺലി മീഡിയം ഓഫ് ലാംഗ്വേജ്, വേറെ ഒരു ലാംഗ്വേജും നമുക്കിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കന്നഡ അറിയത്തില്ല, മലയാളം ആകെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. സോ ഇംഗ്ലീഷാണ് നമുക്കിവിടെ ഒരു മീഡിയമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് യു ഷുഡ് ബി നോയിങ് ദ ലാംഗ്വേജ് പ്രോപ്പർലി. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ബേസ് ഈ ഒരു സ്റ്റേറ്റിൽ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഐ ഗെറ്റ് എൻ ഇൻ്റർവ്യൂ കോൾ. അങ്ങനെ ഞാൻ CMRITയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു, വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ഒരു സെമിസ്റ്ററിൽ. ആൻഡ് ഐ എം ലക്കി ഇനഫ് ടു അഡ്രസ് സ്റ്റുഡൻസ് ലൈക്ക് മോർ ദാൻ 1000 ആൻഡ് ഐ ആം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. സോ ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു കൺക്ലൂഡ്. അപ്പം നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞ കോട്ടിൽ നിന്ന് തന്നെ I just state it again. Each of us must confront our fears. അതാണ് നമ്മുടെ തീരുമാനിക്കുന്നത്. നമ്മൾ ഫേസ് ടു ഫേസ് നമ്മളത് നേരിട്ടാലേ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ ആ നേരിടലിലാണ് നമ്മൾ നമ്മുടെ ലൈഫിലെ അഡ്വെഞ്ചേഴ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലിമിറ്റഡ്. വി ക്യാൻ ജസ്റ്റ് സ്റ്റേ ബാക്ക്. നമ്മളൊക്കെ ഇപ്പം എനിക്ക് തന്നെ പുറകെ നിൽക്കായിരുന്നു. ബട്ട് നോ, somehow I confronted it, came along with it, and now I stand here before you saying that I'm a professor who can teach students and I can address in a much better way. And it's not that I don't have stage fear, but yes, I'm a much better person in front of you. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മലയാളം പോലെ തന്നെ ഒരു ലാംഗ്വേജ് ആണല്ലേ ഇംഗ്ലീഷും. മലയാളം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു പേടി? ചിന്തിച്ചിട്ടുണ്ടോ?
പ്രാക്ടീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഇല്ലാത്തത്? അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചാൽ ആരെങ്കിലും കളിയാക്കുമോ എന്നുള്ള പേടി? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, ഒരു എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ചോയ്സ് സ്കിൽസിലൂടെ അത് സാധ്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതെ. ചോയ്സ് സ്കിൽസിലൂടെ നിങ്ങൾക്ക് 1000-ൽ പരം സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനെ നിങ്ങളുടെ ഫേവറേറ്റ് പ്രാക്ടീസ് പാർട്ണർ ആക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ജോയ്സ് ജേർണി ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.